കണ്ണൂരിൽ നിന്നാണ് ഇന്നത്തെ ഒന്നാമത്തെ പരമപ്രധാന വാർത്ത. ആ വാർത്തയുടെ താക്കീത് കേരളത്തിലെ ഇടതുപക്ഷം മനസ്സിലാക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടം. ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടിയായ CPI, അതിൻ്റെ സമുന്നതനായ നേതാവ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടതുപക്ഷത്തിന് മൊത്തത്തിലും CPIM-ന് പൊതുവായും വലിയ താക്കീതിൻ്റെ സ്വരത്തിൽ, മുന്നറിയിപ്പിൻ്റെ സ്വരത്തിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കണ്ണൂരിലെ മുൻ DYFI നേതാവ് മനു തോമസിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ ചെങ്കോടിക്ക് അപമാനമായി മാറുന്നു എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പത്രക്കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ വാർത്താക്കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇപ്പോൾ വായിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നതാണ്. കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും തില്ലങ്കേരിയുടെയും പാരമ്പര്യമുള്ള മണ്ണാണ് അത്. അവിടെ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകൾ പുറത്തു വരുന്നത് ചെങ്കൊടിക്ക് അപമാനമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ രക്ഷകവേഷം കെട്ടുന്നവർ അധോലോകത്തിൻ്റെ കാര്യസ്ഥരാണ് എന്ന അറിവ് ഇടതുപക്ഷത്തിൻ്റെ ബന്ധുക്കൾക്ക് പൊറുക്കാവുന്നതല്ല. പ്രസ്ഥാനത്തിനേറ്റ തിരിച്ചടികളിൽ ഇത്തരക്കാരുടെ പങ്കും ചെറുതല്ല. ഇടതുപക്ഷം അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മറന്നുവോ എന്ന് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ കൂട്ടരാണ്. അവരിൽ നിന്ന് ബോധപൂർവം അകൽച്ച പാലിച്ചുകൊണ്ടേ ഇടതുപക്ഷത്തിന് ജനവിശ്വാസം വീണ്ടെടുത്ത് മുന്നേറാൻ കഴിയുകയുള്ളൂ. പ്രസ്ഥാനത്തിൽ വിശ്വാസമർപ്പിച്ച ലക്ഷോപലക്ഷം ജനങ്ങളോട് നീതി കാണിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കടമയുണ്ട്. അവരുടെ കൂറും വിശ്വാസവുമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വലുത്. ചീത്തപ്പണത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി മാറി അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്നവരാണ്. അവർക്ക് മാപ്പില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനങ്ങളുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയും CPI എന്നും മാനിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു. ഈ പ്രസ്താവനയിലെ ഓരോ വരിയെയും ഓരോന്നോരോന്നായി എടുത്ത് ചർച്ച ചെയ്ത് അതേക്കുറിച്ച് വിശാലമായ ചർച്ചകൾ നടത്തി, സംവാദം നടത്തി പരിഹാരക്രിയകൾ തേടേണ്ടതല്ലേ കേരളത്തിലെ ഇടതുപക്ഷം എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഇന്നത്തെ ഈ രാത്രിയിലും നാളെ ഉണരുന്ന പ്രഭാതത്തിലും ഇനിയുള്ള ദിവസങ്ങളിലും ഇടതുപക്ഷത്തിന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം സംഭവിച്ച തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ഉള്ള പരിഹാരക്രിയ എന്ന നിലയ്ക്ക് കാണേണ്ടത്. വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഈ വാർത്താക്കുറിപ്പിലെ ഓരോ വരിയെയും എടുത്തു വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പശ്ചാത്തലമെന്ന് വിഷ്ണു സൂചിപ്പിക്കുക? മനീഷ്, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വിമർശനം എന്ന് തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് CPM-നെതിരെ ഉയരുന്ന പല വിമർശനങ്ങളെയും CPI ഗൗരവത്തോടെ കാണുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. CPI-യിലെ ചില നേതാക്കൾ ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ചില നേതാക്കൾ കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പല പേരുകേട്ട ആളുകളും ഉയർന്നു വന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ. CPM-ന്റെ തന്നെ വലിയ ഒരു പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ശുഭകരമല്ല എന്നുള്ള ഒരു സൂചനയാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പല അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അതുമായി ബന്ധപ്പെട്ട കഥകളെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യം ചെങ്കൊടിക്ക് തന്നെ അപമാനമാകുന്നു എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതായത് CPM-നെ പരോക്ഷത്തിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ചില നേതാക്കൾ മാത്രമാണ് ഈ പ്രസ്താവനയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇടതുപക്ഷം അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മറന്നുവോ എന്ന് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ കൂട്ടരാണ് എന്നും പറയുന്നുണ്ട്. അതായത് സ്വന്തം പാർട്ടിയെ തന്നെ എതിർക്കുന്ന വിമർശനം ഉണ്ടാകുന്ന സാഹചര്യം, CPM-നെതിരെ ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ കാരണം ചില ആളുകളാണ്, ചില വ്യക്തികളോടുള്ള താല്പര്യങ്ങളാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് മാറ്റിയേ മറിയാകൂ എന്നാണ് ഇപ്പോൾ CPI-യുടെ ഭാഗത്തുള്ള നിലപാട്.
ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ ബിനോയ് വിശ്വം അതിൽ പ്രധാനപ്പെട്ട CPIM നേതാക്കളുടെ പേരുകൾ പറയുന്നില്ല എങ്കിൽ തന്നെയും സാധാരണഗതിയിൽ ബിനോയ് വിശ്വത്തിന്റെ സംഭാഷണ രീതിയിലും പ്രസംഗങ്ങളിലുമെല്ലാം ഉടനീളമുള്ള ഒരു ശൈലി തന്നെയാണ് ഈ വാർത്താക്കുറിപ്പിലുള്ളത്. മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ച് വാർത്താക്കുറിപ്പ് തയ്യാറാക്കേണ്ട ആവശ്യം ബിനോയ് വിശ്വത്തിനില്ല. ഇതിൻ്റെ ഭാഷ കൃത്യമായിട്ടും ബിനോയ് വിശ്വത്തിന്റെ ഭാഷ തന്നെയാണ്. അതിൽ പൊതുവെ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ കവിതയുടേതായ ധ്വനികളൊക്കെ ഉൾപ്പെടുത്താറുണ്ടെങ്കിലും ഇവിടെ ഈ പ്രസ്താവനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളായിട്ട് വരുന്നത് കണ്ണൂരിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിൻ്റെയും അതേപോലെ അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകൾ പുറത്തു വരുന്നത് എന്നാണ്. സ്വർണം പൊട്ടിക്കുക, കള്ളക്കടത്ത് സ്വർണത്തെ കൊണ്ടുവരുന്ന വഴിക്ക് അവരിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന ഏർപ്പാട്, അതിന് കണ്ണൂരിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ CPIM രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ പങ്കെടുക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരിൽ നിന്ന് പോലും വരുന്ന പശ്ചാത്തലത്തിൽ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബിനോയ് വിശ്വം പറയുമ്പോൾ അതൊരു ഒളിഞ്ഞുള്ള പറച്ചിലല്ല, പരോക്ഷമായിട്ടുള്ള പറച്ചിലല്ല, പ്രത്യക്ഷത്തിൽ തന്നെയുള്ള പറച്ചിലാണ്. ഇതിന് മറുപടി പറയേണ്ടി വരും നാളെ. ഒരു പക്ഷേ നിയമസഭയിൽ പോലും ഇത് പ്രതിപക്ഷം ഇത് വെച്ചുകൊണ്ട് സംസാരിക്കാനും സാധ്യതയുണ്ട്, അല്ലേ വിഷ്ണു? തീർച്ചയായിട്ടും മനേഷ്, അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതായത് പ്രതിപക്ഷത്തിന് ഇത് ആയുധമാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. CPI തന്നെ CPM-നെ, അതായത് ഘടകകക്ഷിയായി നിൽക്കുന്നു, ഒരേ മുന്നണിയിലുള്ളവർ തന്നെ പരസ്പരം വിമർശിക്കുന്ന സാഹചര്യം, സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുകൾ ഉണ്ടാകുന്നു, ചില നേതാക്കൾക്കെതിരെ ശക്തമായ ഒരു വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം, മുൻപെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ കടുത്ത ഭാഷയിലുള്ള വിമർശനം, അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അത് ആയുധമാക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട്. നേരത്തെയും CPM-നെതിരെ ഉണ്ടായിരുന്ന വിമർശനം സ്റ്റേറ്റ് കമ്മിറ്റി യോഗങ്ങളിൽ പോലും CPM-നുള്ള ഉള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ട്. ഉള്ളിൽ തന്നെ വിലയിരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കടുത്ത രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇത് തെറ്റിദ്ധരിക്കൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ചില ആളുകൾ കൊണ്ട് ചില നേതാക്കൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണെന്നും ഈ പ്രസ്ഥാനത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസം കുറയാനുള്ള കാരണം അതാണെന്നും ജനങ്ങളെ ഒപ്പം നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിലപാട് മറക്കാതെ നിലനിർത്തണം എന്നടക്കമുള്ള വിമർശനങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത് വളരെ വ്യക്തമാക്കി തന്നെയാണ് ഈ ഒരു പ്രസ്താവനയിൽ ഇത് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചും ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവാം. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൊല്ലത്തടക്കം നടന്ന CPI ജില്ലാ യോഗങ്ങളിലൊക്കെ പല അംഗങ്ങളിൽ നിന്നും എന്തിന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു LDF-ൽ തുടരണം, നമ്മൾക്ക് പഴയ ചരിത്രത്തിലേക്ക് പോകേണ്ടതല്ലേ എന്ന് ഗൃഹാതുരതയോടുകൂടി കോൺഗ്രസിനോടൊപ്പം നിന്ന കാലത്തെക്കുറിച്ച് പോലും ചിലർ സൂചിപ്പിക്കുകയുണ്ടായി. അത്രത്തോളം സൂചിപ്പിച്ചില്ലെങ്കിൽ തന്നെയും LDF-ൽ തുടരേണ്ടതുണ്ടോ എന്ന് കൃത്യമായിട്ടും ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അതെല്ലാം കേട്ടിട്ട് അവിടെ വെച്ച് അതിന് മാത്രം മറുപടി പറഞ്ഞാൽ പോരാ, പൊതുസമൂഹത്തിന് കൂടി അത്തരത്തിലുള്ള തോന്നലുണ്ടാവുന്ന താക്കീതിൻ്റെതായ ഒരു സ്വരധാര ബിനോയ് വിശ്വത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണമെന്ന് ബിനോയ് വിശ്വം സ്വയം മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയാവാം ഇത് വന്നത് എന്ന് കരുതേണ്ടതല്ലേ വിഷ്ണു? മനേഷ്, അത് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥമായും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് LDF മുന്നണി നേരിട്ടത്. അതുമായി ബന്ധപ്പെട്ട് CPM-നുള്ളിലും CPI-ക്കുള്ളിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പാർട്ടിക്കെതിരെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നവർ വിമർശിച്ചിരുന്നു. ജില്ലാ നേതൃത്വങ്ങൾ കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ CPI തന്നെ ആദ്യം CPM-നെതിരെ തന്നെ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലാ യോഗങ്ങളിൽ അത് വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് മുന്നണിക്കുള്ളിൽ തന്നെ ഒരു പ്രതിഷേധം എന്ന പോലെ ഉള്ള വിഷയങ്ങൾ നിലനിന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വരുന്നത്. ഏതായാലും ഇപ്പോൾ ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട്, അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്നവരാണെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചില ആളുകളെ വ്യക്തമാക്കി ലക്ഷ്യം വെച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അത് ആരൊക്കെയാണെന്നും വ്യക്തമാക്കിയില്ലെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ പലർക്കും അറിയാവുന്ന ഒരു സാഹചര്യം, അതായത് രൂക്ഷമായ വിമർശനം ഭരണകൂടത്തിന് എതിരായി തന്നെയാണ് വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. സാധാരണഗതിയിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ അത് ഭരണകൂടത്തിനെതിരെ തന്നെയാണ് വിമർശനം ഉയർന്നു വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള CPIM
ആ CPIM-നെ നിയന്ത്രിക്കുന്നത് കണ്ണൂർ ലോബിയാണ്. ആ കണ്ണൂർ ലോബിയിലേക്ക് പുതിയ ചില ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കണ്ണൂർ ലോബി അതിൻ്റെ പ്രവർത്തന മേഖല ശക്തമാക്കിക്കൊണ്ട് കേരളത്തെ ആകെ നിയന്ത്രിക്കാൻ പാകത്തിനുള്ള ഒന്നായിട്ട് മാറുന്നു. CPM എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ള ആരോപണങ്ങൾ സജീവമായി നിൽക്കുന്നതിനിടയിലാണ് കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്ന് ഊന്നുന്നതിനെയാണ് നാം പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. കണ്ണൂർ ലോബി എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ഈ കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും തില്ലങ്കേരിയുടെയും പാരമ്പര്യമുള്ള മണ്ണാണത്. അവിടെ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ പുറത്തു വരുന്നത് ചെങ്കൊടിക്ക് അപമാനമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ രക്ഷകവേഷം കെട്ടുന്നവർ അധോലോകത്തിന്റെ കാര്യസ്ഥരാണെന്ന അറിവ് ഇടതുപക്ഷത്തിന് ബന്ധുക്കൾക്ക് പൊറുക്കാനാവുന്നതല്ല എന്നടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ അശുഭകരമാണ് എന്നൊക്കെ അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോബി എന്നുള്ള ഒരു പേര് പരാമർശിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു കടുത്ത വിമർശനം ഇതിലുണ്ട്. കണ്ണൂർ ലോബി എന്ന് ചൂണ്ടിക്കാട്ടുന്നത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം. CPM-നെതിരെ കടുത്ത ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ CPI-ൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. ഏതായാലും ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായ ആ ദിവസം മുതൽ ഈ ദിവസം വരെയും തുടർച്ചയായിട്ട് പല നേതാക്കൾ അവരുടെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ എന്ന് പറയുന്നത് പാർട്ടിക്ക് ഏറ്റ തിരിച്ചടിയെക്കുറിച്ച് ഞങ്ങൾ പരിശോധന നടത്തും എന്ന വാക്കുകളല്ലാതെ ആഴത്തിൽ വിമർശനാത്മകമായിട്ട് ഒരു നേതാവ് പോലും സംസാരിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഓരോ ദിവസവും ആത്മപരിശോധന നടത്തുമെന്ന് ഓരോ നേതാവും പറയുമ്പോൾ എത്ര ദിവസമായി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ പറയുന്നതിനിടയ്ക്ക് കേന്ദ്രത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നു, ലോക്സഭാ സമ്മേളനം തുടങ്ങി, പുതിയ തീരുമാനങ്ങൾ വരികയുണ്ടായി. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പരിശോധന നടത്തും എന്ന് മാത്രമാണ്. ഇതിനിടയിലാണ് പരിശോധന എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു സത്യവാങ്മൂലം പോലെയോ ഒരു മാനിഫെസ്റ്റോ പോലെയോ ഒക്കെ ബിനോയ് വിശ്വം സംസാരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു CPIM നേതാവിൽ നിന്ന് ബിനോയ് വിശ്വത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ബിനോയ് വിശ്വത്തിനെയോ CPI-യെയോ വിമർശിച്ചുകൊണ്ട് CPI അവരുടെ കാര്യം നോക്കിയിരുന്നാൽ മതി എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള ചില പ്രത്യേകതരം നേതാക്കൾ CPIM-ൽ ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്താവനകൾ വന്നാൽ തിരുത്തൽ പ്രക്രിയ ഒരു തരത്തിലും മുന്നോട്ട് പോവുകയില്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ബിനോയ് വിശ്വത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രസ്താവനയെ ആത്മവിമർശനപരമായി സ്വീകരിക്കുകയും അതിൽ നടപടികളെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ പറയുന്നില്ല. പ്രേക്ഷകർ അതിൽ തീരുമാനങ്ങൾ എടുക്കുക. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഈ പ്രസ്താവന ദൂരവ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നത് മാത്രമാണ് ഈ നിമിഷം വാർത്താമുറിയിലിരിക്കുമ്പോൾ ഈ വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ തോന്നുന്നത്. കേരളത്തിൽ ഇന്ന് പലതരത്തിലുള്ള ചില വാർത്തകളിൽ സമാന സ്വഭാവമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. അതിലൊന്ന് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ കഷ്ടപ്പെട്ട് നേടുന്ന പണത്തിൽ നിന്ന് ഒരു പങ്ക്